ഹലോ മക്കൾസ്, വെൽക്കം ടു എഡ്യൂപൊഡിജിബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാളെ 2 എക്സാം ഉണ്ട്, അതിലൊന്ന് ബയോളജിയാണ്. അപ്പൊ ബയോളജിന്റെ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, പ്രഡിക്ട് ചെയ്യാം. ഓക്കെ നമ്മൾ 3ാമത്തെ ചാപ്റ്റർ ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇതിനും ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ്. അപ്പൊ ഫസ്റ്റ് 2 ചാപ്റ്ററുകളോ ഫസ്റ്റ് 2 ചാപ്റ്ററുകളോ ഓണപരീക്ഷക്കായിരുന്നു മെയിൻ. അപ്പൊ അവരിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. സോ 3rd ചാപ്റ്ററും 4th ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആ ഒരു ചാപ്റ്ററും ബിഹൈൻഡ് ദ മൂവ്മെന്റ്സ് ആണ് നമ്മൾ മോസ്റ്റ്ലി പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിൽ റെസ്പിറേഷനിൽ നമുക്ക് ഏറ്റവും ആദ്യം ആൽവിയോളാർ എക്സ്ചേഞ്ചിന്റെ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫിലിമൊക്കെ വെച്ച് പഠിച്ചാണ്. ഓക്കെ, അതേപോലെ സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ കോശശ്വസനം, ഗ്ലൈക്കോളിസിസും അതേപോലെ ക്രെബ് സൈക്കിളും. പിന്നെ നമ്മുടെ യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്സ്, അൾട്രാ ഫിൽട്രേഷൻ, അതേപോലെ റീ അബ്സോർപ്ഷൻ, സെക്രീഷൻ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് നെഫ്രോണിന്റെ സ്ട്രക്ചർ, ഘടന, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് 4th ചാപ്റ്ററാണ് ബിഹൈൻഡ് മൂവ്മെന്റ്സ്, ചലനത്തിന് പിന്നിൽ. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു ചാപ്റ്ററാണ്, ഒരു വൃത്തികെട്ട ചാപ്റ്ററാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഫസ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് മസിൽസാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്, 3 ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഓരോ പെക്യുലാരിറ്റീസും പഠിച്ചു വെക്കണം. പിന്നെ ബോൺസിന് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിൽ 206 എല്ലുണ്ട്. ഓരോ എല്ലുകളും എവിടെയാണ്, കൃത്യമായിട്ട് ഓരോ സ്ഥലത്തും ഏതൊക്കെ എല്ലുകളാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ ജോയിൻസ്, സന്ധി, മലയാളത്തിൽ സന്ധി എന്ന് പറയും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഡിസോർഡേഴ്സ് ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ അസ്ഥി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഡിസോർഡേഴ്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ. ഓക്കെ, പിന്നെ ആൻഡ് ലാസ്റ്റ് വൺ പ്ലാൻ മൂവ്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സസ്യ ചലനങ്ങൾ. ഓക്കെ, ഹൈഡ്രോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, കീമോട്രോപ്പിസം, ഹാപ്റ്റോട്രോപ്പിസം എന്നൊക്കെ പറഞ്ഞിട്ട് പല 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 ആളുകളുണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൻ്റെ പിക്ചർ പരീക്ഷയ്ക്ക് തരും, എന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ പറ്റണം. സോ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ അവരുടെ മാർക്ക് ജസ്റ്റ് നിങ്ങളെ മാർക്ക് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. ഓ മൈ ഗോഡ്, അത് മറന്നുപോയി. ഫസ്റ്റ് 2 ചാപ്റ്ററിൽ നിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് കമന്റ് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഫോട്ടോസിന്തസിന്റെ ഭാഗവും അതെ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ, ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നമ്മുടെ കാറ്റബോളിസം ആൻഡ് അനബോളിസം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആൻഡ് പിന്നെ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ, ഓക്കെ, അതിനകത്ത് നിന്ന് നമുക്ക് ഡൈജഷന്റെ ഫ്ലോ ചാർട്ട്, അതേപോലെ ഹാർട്ട്, ഹൃദയം, ഓക്കെ, പിന്നെ നമ്മുടെ സർക്കുലേഷനിൽ സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ, പിന്നെ പൾസ്, ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ. ഹാർട്ടാണ് അതിൽ മെയിൻ കേട്ടോ. ഹാർട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ സെറ്റാണ്. കാരണം ആ ചാപ്റ്ററിൽ നിന്ന് ഹാർട്ടിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും, ആ ഒരു ഫോട്ടോസിന്തസിസ്, അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുക. ഞങ്ങൾ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്തല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാർക്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ. ഓക്കെ, അപ്പൊ ലൈവില് കാണാം. പ്രഡിക്ഷൻ കിങ് ആവൂ. അതെ, ഗുഡ് ബൈ.